അല്ല ഒരു തവണ ഇവിടെ അശ്വതി പൂജ കഴിക്കാൻ വരുമ്പോൾ 99.5% ബ്ലോക്കായിട്ട് വന്നിട്ടാണ് ഈ 3.5 മണിക്കൂർ നേരെയുള്ള ഇത്രയും തീവ്രമായിട്ടുള്ള പൂജ ഞാൻ കഴിച്ചു പോയി. പക്ഷെ ഇവിടെ ഞാൻ വന്നത് അരി വാങ്ങാൻ പൈസ ഇല്ലാതെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന അടികളാണ് ഞാൻ. അത് പറയാൻ എനിക്ക് യാതൊരു മാനക്കെടുമില്ല. അമ്മ അനുഗ്രഹിച്ചാന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് എനിക്ക് അതിൽ മാത്രമേ വിശ്വാസമുള്ളൂ. വേറെ ഒന്നിലും എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഞാൻ തുടങ്ങുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചാൽ മരിച്ചോട്ടെ, കാരണം എനിക്ക് ജീവിതം ഉണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലം വേണം, കൊടുങ്ങല്ലൂർ അമ്മയും വേണം. അപ്പോൾ എൻ്റെ പേര് മഠത്തിൽ രവീന്ദ്രനാഥൻ അടികൾ. അപ്പോൾ മഠത്തിലെ തറവാട്ടിലെ കാരണവരാണ്. ഇവിടെ അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്ദനച്ചാർത്ത് പൂജ 3 അടികൾ കുടുംബങ്ങളാണ്. അല്ല, തൃച്ചന്ദനച്ചാർത്ത് പൂജയല്ല, ഇവിടുത്തെ പൂർണ്ണ ശാന്തിര അധികാരം ഉണ്ടായിരുന്നത് 3 അടികൾ കുടുംബങ്ങൾക്കാണ്. ഒന്ന് മഠത്തിലെ, ഒന്ന് നീരത്തെ, ഒന്ന് കുന്നത്തെ. അതിൽ മഠത്തിലെ തറവാട്ടിലെ കാരണവരാണ് ഇപ്പം ഞാൻ. ഒരു 23 വർഷമായി. 22 വർഷം കഴിഞ്ഞു, വരുന്നത് 23ാമത്തെ വർഷം. പിന്നെ ഇപ്പോൾ കുന്നത്ത് മഠത്തിലെ കാരണവരായിട്ടുള്ളത് കുന്നത്ത് മഠത്തിൽ പരമേശ്വരൻ ഉണ്ണിയടികളാണ്. ഇപ്പം നിലവിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ 2 മഠങ്ങളുടെ അധികാരികളെ ഉള്ളൂ. ഒന്ന് മഠത്തിൽ മഠവും ഒന്ന് കുന്നത്ത് മഠവും. അതിൽ ശാന്തിയുടെ ഒരു പകുതി, അതായത് 15 ദിവസത്തെ അവകാശിയും അധികാരിയും അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ആള് ഞാനാണ്. അപ്പോൾ എൻ്റെ തറവാട്ടിലേക്കാണ് എൻ്റെ മേജർ ഉത്തരവാദിത്വം. ബാക്കി എന്താ കുന്നത്ത് തറവാട്ടിലേക്ക് ഒരേപോലെ തന്നെ ആണെങ്കിലും കുന്നത്ത് തറവാട് വീണ്ടും ഭാഗിച്ച് 2ആയി പിരിഞ്ഞ് ഒന്ന് വടക്കേ കുന്നത്തും ഒന്ന് തെക്കേ കുന്നത്തുമായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഈ തെക്കേ കുന്നത്തെ കാരണവരാണ് കുന്നത്ത് മഠത്തിലെ കാരണവരുടെ പ്രായം നോക്കാതെ കുന്നത്ത് മഠത്തിലെ കാരണവർ നിർവഹിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വരുന്നതും കാര്യങ്ങളൊക്കെ. വടക്കേ കുന്നത്ത് തെക്കേ കുന്നത്തെ കാരണവരെക്കാട്ടിലും പ്രായം കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അത് നിർവഹിക്കാറും ഈ തെക്കേ കുന്നത്തെ ഏറ്റവും മൂത്ത ആളാണ്. എനിക്ക് എൻ്റെ കാരണവന്മാർ 4 ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയ കാരണവസ്ഥാനാണ് ഇനി. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഉപദേശം അശ്വതി പൂജയുടെ ഉപദേശം തരും കാര്യങ്ങളൊക്കെ ചെയ്ത പരമേശ്വരൻ അടികൾ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം എനിക്ക് ഉപദേശം തന്നിട്ടും 4-5 വർഷത്തോളം ജീവിച്ചിരുന്നുണ്ട്. അമ്പലത്തിൽ വരാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മാവൻ അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ഇതൊക്കെ കാരണം എന്നെ ഏൽപ്പിക്കുകയാണുണ്ടായത്. പിന്നെ ഈ ഉപദേശം നമ്മൾ വേറൊരാൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ ഇതുവരെ അവർക്ക് പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്ര വയ്യാതെ ആവുമ്പോഴാണ് നമ്മളിത് അടുത്ത അനന്തരാവകാശിക്ക് ഇത് കൈമാറുക. കാരണം നമ്മളെ കൊണ്ട് ഇനി പറ്റില്ല, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റാതെ ആവുമ്പോഴാണ് അടുത്ത അനന്തരാവകാശിക്ക് ഈ പൂജയുടെ ഉപദേശവും കാര്യങ്ങളൊക്കെ കൈമാറുക. മഠത്തിലെ ഇപ്പൊ 4 കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അശ്വതി പൂജ കഴിക്കുന്നതും മഠത്തിലെ തറവാടിൻ്റെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലത്തെ കാരണവസ്ഥാനം ഏറ്റെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ പരമേശ്വരാണ്ടികളുടെ തൊട്ട് താഴെ ഒരു കുഞ്ഞുകുട്ടനടികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഇവിടെ ശാന്തിയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല അശ്വതി പൂജ ഞാൻ കഴിക്കുന്നില്ല, പിന്നെ അത് നീ ഉപദേശമായിട്ട് നീ ചെയ്തോ. അപ്പോൾ ഞാൻ അശ്വതി പൂജ കഴിച്ചു തുടങ്ങിയതിന് ശേഷം അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ, ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ 4 കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു 43ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ഒരു തറവാടിൻ്റെ കാരണസ്ഥാനം ഏറ്റെടുക്കുന്നത്. അതായത് ഏറ്റവും ചെറുപ്പത്തിൽ ഒരു തറവാടിൻ്റെ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അശ്വതി പൂജയൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു നിയോഗമൊക്കെ കൊടുങ്ങല്ലൂർ അമ്മ തന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ 2 മേജർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ തവണ ഒരു തവണ ഇവിടെ അശ്വതി പൂജ കഴിക്കാൻ വരുമ്പോൾ 99.5% ബ്ലോക്കായിട്ട് വന്നിട്ടാണ് ഈ 3.5 മണിക്കൂർ നേരെയുള്ള ഇത്രയും തീവ്രമായിട്ടുള്ള പൂജ ഞാൻ കഴിച്ചു പോയത്. അതൊക്കെ ഭഗവതിയുടെ അനുഗ്രഹമാണ്.
കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഡോക്ടർമാരൊക്കെ എന്നോട് അത്ര റിസ്ക് ആണ്, അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചാൽ മരിച്ചോട്ടെ, കാരണം എനിക്ക് ജീവിതം ഉണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലം വേണം, കൊടുങ്ങല്ലൂർ അമ്മയും വേണം. അപ്പോൾ ഞാൻ ഈ പൂജ കഴിച്ചാൽ മാത്രമാണ് എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് എനിക്ക് പിന്നെ ഇവിടെ തുടരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ അത്രയും ഇതനുഭവിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ധൈര്യമോ, കൊടുങ്ങല്ലൂർ നമ്മൾ തന്നൊരു ധൈര്യം ഇത്ര തന്നെ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പൂജ കഴിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാനിവിടെ 18 വയസ്സ് മുതൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഈ അമ്പലത്തിലത്തെ ഏറ്റവും സീനിയർ അടികളെന്നോ, അല്ലെങ്കിൽ ഏറ്റവും അധികാരമുള്ള അടികളെന്നോ, അല്ലെങ്കിൽ ഏറ്റവും പണം കിട്ടുന്ന അടികളെന്നോ എങ്ങനെ വേണമെങ്കിൽ എന്നെ പറയാം. പക്ഷേ ഇവിടെ ഞാൻ വന്നത് അരി വാങ്ങാൻ പൈസ ഇല്ലാതെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന അടികളാണ് ഞാൻ. അത് പറയാൻ എനിക്ക് യാതൊരു മാനക്കേടും ഇല്ല. അതായത് ഞാനിവിടെ വന്ന് ഈ ചന്ദനവും തീർത്ഥവും കൊടുക്കാൻ ഇരുന്നിട്ട് കിട്ടണ 5 പൈസയോ 10 പൈസയോ, ആ കാലത്തൊക്കെ അത്രേ ഉള്ളൂ, കിട്ടണ 10 പൈസയോ, അല്ലെങ്കിൽ അന്നും പരമാവധി കിട്ടുക 25 പൈസയ്ക്ക്. അത് കിട്ടണ ഈ 2-3 രൂപ ഒരാഴ്ച വെച്ചിട്ട് അതുകൊണ്ട് ജീവിച്ചടികളാണ് ഞാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് എനിക്കിപ്പോൾ രാജയോഗമുണ്ട്, ഭഗവതി തന്ന തന്നെയാണ്, കാറുണ്ട്, ഡ്രൈവറുണ്ട്, ആനുണ്ട്, രണ്ട് കിടന്നുറങ്ങാൻ എയർ കണ്ടീഷൻ മുറിയുണ്ട്, വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, അമ്പലമുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇത് മുഴുവൻ എനിക്ക് അമ്മ തന്നാണ്. അതിൽ എനിക്കൊട്ട് അഹങ്കാരമില്ല. അതായത് ഞാൻ എത്ര ഇവിടെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അമ്മ കണ്ടിട്ടുണ്ട്. ഇന്നിങ്ങനെ ഇരുത്തിയതും അമ്മ തന്നെയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, 4 കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോ ഇത് ഏറ്റെടുക്കാനുള്ള നിയോഗം തന്നതും അമ്മ. ഇത്ര കാലം ഈ ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇത് നിലനിർത്താനും ഇന്നും നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനും ഭാഗ്യം തന്നത് അമ്മ. ഇനിയിപ്പോൾ ഇന്ന് ഉത്രട്ടാതിയാണ്, നാളെ രേവതി, മറ്റന്നാൾ ശ്രീപൂജ കഴിക്കാൻ അമ്മ അനുഗ്രഹിച്ചാൽ 23ാമത്തെ വർഷം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. അമ്മ അനുഗ്രഹിച്ചാന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, എനിക്ക് അതിൽ മാത്രമേ വിശ്വാസമുള്ളൂ. ഈ ലോകത്ത് വേറെ ഒന്നിലും എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഞാൻ തുടങ്ങുന്ന ഒരു സ്ഥലം ഗുരുവായൂരമ്പല എന്നുവെച്ചാൽ ഭക്തിപൂർവം. ഇന്നും രാവിലെ ഗുരുവായൂരപ്പനെ കുളിച്ച് തൊഴുത് മേശാന്തിരേന്ന് പ്രസാദം വാങ്ങിയിട്ട് അവിടുന്ന് രാവിലെ, ഞാനിപ്പോൾ അവിടെ ഗുരുവായൂരടുത്ത് താമസിക്കുന്നത്, രാവിലെ പോയ ഗുരുവായൂർ അമ്പലകുളത്തിൽ കുളിച്ച് ഗുരുവായൂരപ്പനെ കയറി തൊഴുത് അവിടുന്ന് തീർത്തും ആടിയ എണ്ണയും അവിടെ പാലഭിഷേകത്തിൻ്റെ പാലും ഒക്കെ കഴിച്ച് കളഭം തൊട്ടിട്ടാണ് ഞാനൊരു ദിവസം തുടങ്ങുള്ളൂ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ഭഗവതിയെ പൂജ കഴിച്ച്, അല്ലെങ്കിൽ ഭഗവതിയെ തീർത്ഥം സേവിച്ചിട്ട് വേറൊരു കാലിച്ചായ എന്തായാലും കഴിക്കുള്ളൂ. അതിപ്പോൾ ഈ അശ്വതി പൂജയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് 3 ദിവസം ഉപവാസം കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനോ ഉള്ള ഒരു ശക്തിയോ മനഃശക്തിയോ ശരീരശേഷിയൊക്കെ തരുന്നത് അമ്മ തന്നെ. അപ്പോൾ അല്ലാണ്ട് എനിക്ക് ഇതാ ഞാനൊരു ദിവസം 22-23 അലോപ്പതി ഗുളിക കഴിക്കണ മനുഷ്യനാണ്. അപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്യാൻ പറ്റണത്, എന്താ ഞാൻ പറയുക, എൻ്റെ കണ്ണ് വെള്ളം വരും.